ഹായ് സ്റ്റുഡൻറ്, നമുക്കിന്ന് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ബോർഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഒരു പ്രത്യേക ഏരിയയിൽ നിന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ ഏത് ഭാഗത്താണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് ബൈ ദി സയന്റിസ്റ്റ്. ഒരു സയന്റിസ്റ്റ് ആണ് ബയോഡൈവേഴ്സിറ്റി എന്ന ടേം കോയിൻ ചെയ്തത്. ദി ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് ബൈ ദി സയന്റിസ്റ്റ് എഡ്വേർഡ് വിൽസൺ. എഡ്വേർഡ് വിൽസൺ അല്ലേ? എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ടേം കൊണ്ടുവന്നത്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലേ? ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ഇത് ഒരു പ്രാവശ്യം നമുക്ക് ബോർഡ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഇത് വളരെ സിമ്പിളാണ്. ഒരൊറ്റ വാക്ക് എഴുതിയാൽ മതി, ഒരു ആ പേര് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ തന്നെ ഒരു മാർക്ക് കിട്ടി. കണ്ടോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുനിന്ന് ചോദിക്കുന്നതെല്ലാം. ഈ ചാപ്റ്റർ തന്നെ വളരെ സിമ്പിളാണ്, വളരെ നല്ല രീതിയിൽ പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് അല്ലേ? നോക്കൂ അടുത്തത്. എ ഫിഗർ ഷോയിങ് ദി ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് വെർട്ടിബ്രേറ്റ്സ് ആർ ഗിവൺ. കണ്ടോ, ഇത് നമ്മുടെ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ ഒരു പൈ ഡയഗ്രമാണ്. ഇത് വെർട്ടിബ്രേറ്റ്സിൻ്റെ അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി കാണിക്കുന്നതാണ്. ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് വെർട്ടിബ്രേറ്റ്സ്. നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐഡന്റിഫൈ ദി മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സിനകത്തും ഇൻവെർട്ടിബ്രേറ്റ്സിനകത്തും മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദ്യം. മനസ്സിലായോ? അതിൽ ഒന്നാമത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തത് ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. ഇൻവെർട്ടിബ്രേറ്റ്സ് നോക്കൂ, ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഇൻസെക്റ്റ് ആണ്. ഇൻസെക്റ്റ് അല്ലേ? ഇൻസെക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബൌട്ട് 70% അല്ലേ? അബൌട്ട് 70% ഓഫ് ആനിമൽ അല്ലേ? അബൌട്ട് 70% ഓഫ് ആനിമൽ ഇൻസെക്റ്റ് ആർ ഇൻസെക്റ്റ് അല്ലേ? അപ്പോൾ ഇൻസെക്റ്റ് ആണ് ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളവർ. ഇൻസെക്റ്റ് ഏത് ഫൈലത്തിലുള്ളതാണ്? ഫൈലം ആർത്രോപോഡ അല്ലേ? ഫൈലം ആർത്രോപോഡയിലുള്ളവരാണ്. ഫൈലം ആർത്രോപോഡ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, ഫൈലം ആർത്രോപോഡ ഈസ് ദി ലാർജസ്റ്റ് ഫൈലം ഇൻ ദി ആനിമൽ കിങ്ഡം എന്ന് പഠിച്ചിട്ടുണ്ട്. കണ്ടോ, ഇൻസെക്റ്റ് 70% ഉണ്ട്. എന്നാൽ ആർത്രോപോഡിനകത്ത് ക്രസ്റ്റേഷ്യൻ ഉണ്ട്, നമ്മുടെ സ്കോർപ്പിയോൺ, സ്പൈഡറൊക്കെ അടങ്ങുന്ന അരക്കിനിഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ വീണ്ടും ഫൈലം ആർത്രോപോഡിലെ ബയോഡൈവേഴ്സിറ്റി കൂടിക്കൂടി വരികയാണ്. മനസ്സിലായോ? അതുകൊണ്ട് മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഏതാണ്? ഇൻസെക്റ്റ് ആണ്. ഇൻസെക്റ്റ് ആർത്രോപോഡ് ഇനത്തിൽപ്പെട്ടതാണ്. ആർത്രോപോഡിലെ ഒരു ക്ലാസ് ആണ് ക്ലാസ് ഇൻസെക്റ്റ. ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ 3 pairs ഓഫ് ലെഗ്സ് ഉള്ളവരാണെന്ത്? ഇൻസെക്റ്റ് എന്ന് പറയുന്നത് അല്ലേ? 3 pairs ഓഫ് ലെഗ്സ് അല്ലേ? ഷഡ്പദങ്ങൾ, അതാണെന്ത്? ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, അടുത്തത് വെർട്ടിബ്രേറ്റിൽ വെർട്ടിബ്രേറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്, മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫിഷസ് ആണ്. ഫിഷസ് എന്ന് പറയുമ്പോൾ ബോണി ഫിഷസും ഉണ്ട്, കാർട്ടിലേജിനസ് ഫിഷസും ഉണ്ട്. 2 തരം ഫിഷസും ഉണ്ട് അല്ലേ? കാർട്ടിലേജിനസ് ഫിഷസ് പൊതുവെ മെറൈൻ ഫിഷസ് ആണ്. അതേസമയം ബോണി ഫിഷസ് മെറൈൻ ഫിഷസും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ഫിഷസും അടങ്ങിയതാണ് അല്ലേ? കോൺട്രിക്സിസ് ആൻഡ് ഓസ്റ്റിക്സിസ്. കോൺട്രിക്സിസും ഓസ്റ്റിക്സിസും എന്ന് പറയുന്നത് നമ്മുടെ ഫിഷസ് പെട്ടതാണ്. ദർ ആർ 2 ഗ്രൂപ്പ്സ് ഓഫ് ഫിഷസ്. അതാണ് വെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത്. കണ്ടോ, ഏറ്റവും കൂടുതലുള്ളത് ഫിഷസ് ആണ്. മനസ്സിലായോ? മോസ്റ്റ് ഡൈവേഴ്സ് വെർട്ടിബ്രേറ്റ്സ്. ഓക്കെ,
വാട്ട് ആർ ദി 3 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ആർ ദി 3 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഹൈറാർക്കിയൽ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് എന്ത്? ജനറ്റിക് ലെവൽ. ജനറ്റിക് ലെവൽ അല്ലേ? ജനറ്റിക് ലെവൽ എന്ന് പറയുമ്പോൾ എന്താ? ജനറ്റിക് ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ് ദി വേരിയേഷൻസ് ഓഫ് ജീൻസ് ആൻഡ് അലീൽസ് അല്ലേ? അതാണ് എന്ത്? ജനറ്റിക് ലെവൽ എന്ന് പറയുന്നത് അല്ലേ? ജനറ്റിക് ലെവൽ നമ്മൾ ഓർക്കുന്നുണ്ട്. റൂൾഫിയ വോമിറ്റോറിയ എന്ന് പറയുന്ന പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന റെസർപ്പിൻ എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ, അതിൻ്റെ പൊട്ടൻസി ഒക്കെ മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? ജനറ്റിക് ലെവൽ ഓഫ് എന്താണ്? ബയോഡൈവേഴ്സിറ്റിയാണ്. അടുത്തത് രണ്ടാമത്തത് എന്താണ്? സ്പീഷീസ് ലെവൽ. സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നതനുസരിച്ച് എന്താണ്? ബയോഡൈവേഴ്സിറ്റി കൂടിക്കൊണ്ടിരിക്കും അല്ലേ? അടുത്തത് എന്താണ്? ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്കോസിസ്റ്റം ലെവലാണ്. ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? സറൗണ്ടിങ് ഓഫ് ആൻ ഓർഗാനിസം, ഹാബിറ്ററ്റ് ഓഫ് ആൻ ഓർഗാനിസം. പലതരത്തിലുള്ള ഇക്കോസിസ്റ്റം ഉള്ള ഒരു രാജ്യമാണെന്ത്? ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ? മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഇക്കോസിസ്റ്റം ഉള്ള രാജ്യമാണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ആർ ദി ഹൈറാർക്കി ലെവൽ, ഡിഫറൻറ്റ് ലെവൽ, 3 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ജനറ്റിക് ലെവൽ, സ്പീഷീസ് ലെവൽ ആൻഡ് ഇക്കോളജിക്കൽ ലെവൽ. ഓക്കെ, ഇതാണെന്ത്? ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ? നോക്കൂ. അടുത്തത്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ഇൻ ട്രോപ്പിക്കൽ റീജിയൻ ദാൻ ദി ടെമ്പറേറ്റ് റീജിയൻ. നോക്കൂ, ട്രോപ്പിക്കൽ റീജിയനിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി വളരെ വളരെ കൂടുതലാണ്. നമുക്ക് നോക്കൂ, കണ്ടോ? ഇതെന്ന് പറയുന്നത് എന്താണ്? ഇക്വേറ്ററാണ്. ഇക്വേറ്ററിൻ്റെ എന്താണ്? 23.3 ഡിഗ്രി എന്താണ്? നോർത്തും എന്താണ്? 23.3 ഡിഗ്രി സൗത്തും. കണ്ടോ? ഇതെന്ന് പറയുന്നത് ഇതാണെന്ത്? ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ട്രോപ്പിക്കൽ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ എന്താണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത്. കാരണം എന്താണ്? മോർ സോളാർ എനർജി അല്ലേ ഉണ്ട് അവിടെ. മോർ സോളാർ എനർജി, അവൈലബിൾ സോളാർ എനർജി കിട്ടുന്ന സ്ഥലമാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. വാട്ട് ആർ ദി റീസൺ ഫോർ ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി ഇൻ ട്രോപ്പിക്കൽ റീജിയനിലാണോ ടെമ്പറേച്ചർ റീജിയനിലാണോ? കണ്ടോ? ടെമ്പറേച്ചർ റീജിയനിലേക്ക് പോകും തോറും ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. അതായത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. മനസ്സിലായില്ലേ? ഇക്വേറ്ററിൽ നിന്നും ട്രോപ്പിക്കൽ റീജിയനിൽ നിന്നും ടെമ്പറേച്ചർ റീജിയൻ, പോളാർ റീജിയനിലേക്ക് പോകും തോറും ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നോക്കൂ, കണ്ടോ? അപ്പോൾ ട്രോപ്പിക്കൽ റീജിയനിലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ എന്താണ്? ബയോഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ്. കാരണം എന്താണ്? അവിടെ എന്താണ്? മോർ സോളാർ എനർജി അവൈലബിൾ. അതുപോലെ തന്നെ എന്താണ്? അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ലെസ് സീസണബിളാണ്. മാറി വരില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല, കോൺസ്റ്റൻ്റ് ആണ്, പ്രഡിക്റ്റബിളാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള എന്താണ്? ക്ലൈമാറ്റിക് കണ്ടീഷനാണ് ട്രോപ്പിക്കൽ റീജിയനിൽ. അവിടെ സോളാർ എനർജി കൂടുതലുണ്ട്, ധാരാളം വാട്ടറുണ്ട്, ധാരാളം പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ട്രോപ്പിക്കൽ റീജിയനിൽ വളരെ വളരെ കൂടുതലാണ്. അതേസമയം ടെമ്പറേച്ചർ റീജിയനിൽ അത് വളരെ കുറവാണ്. പോരാഞ്ഞിട്ട് അവിടെ എന്താണ്? വളരെ എന്താണ്? തണുപ്പുള്ള റീജിയനുമാണ് അല്ലേ? അതായത് ലോ ടെമ്പറേച്ചറുള്ള റീജിയനാണ് ടെമ്പറേറ്റ് റീജിയൻ. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി അൺഫേവറബിൾ കണ്ടീഷൻ ഓഫ് ദി ലിവിങ് തിങ് അല്ലേ? അതുകൊണ്ട് എന്താണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ഇൻ ട്രോപ്പിക്കൽ റീജിയൻ ദാൻ ദി ടെമ്പറേറ്റ് റീജിയൻ. ഓക്കെ, അതാണ് എന്താ ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇവിടെ ട്രോപ്പിക്കൽ റീജിയൻ ഈസ് ഗ്രേറ്റർ അല്ലേ? Species diversity is greater in tropical region because climatic condition is very favorable for the living organism. Very favorable condition, less seasonable, constant, undisturbed, പിന്നെ എന്താണ്? ലെസ് സീസണബിൾ ആണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? സോളാർ എനർജി അവൈലബിൾ ആയിട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയനിൽ
സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഗ്രേറ്റർ ആയിട്ട് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പോളാർ റീജിയണിൽ വളരെ വളരെ കുറവായിരിക്കും. അങ്ങോട്ട് പോകുന്തോറും ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. ഇങ്ങോട്ട് വരുന്തോറും ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും. ഫ്രം പോളാർ റീജിയൻ ടു ഇക്വേറ്റർ ഇൻക്രീസസ്, ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ്. ഓക്കെ, ഇതിന് നമ്മൾ എന്താണ് നമ്മുടെ പുസ്തകത്തിൽ ഒരു എന്താണ് എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. ന്യൂയോർക്കിലെ ഗ്രീൻലാൻഡ് അല്ലേ, അതുപോലെ എന്താണ് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ആയിട്ട് എന്താണ് നമ്മുടെ കൊളംബിയ, ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുള്ള ഒരു എന്താണ് ബേർഡ്സിൻ്റെ കണക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇത് എന്താണ് നമ്മുടെ എന്തിനെ കാണിക്കുന്ന ഗ്രാഫാണിത്. ഒബ്സർവ് ദി ഗ്രാഫ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ഈ ഗ്രാഫ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. കണ്ടോ, എന്തിനെ കാണിക്കുന്നതാണിത് നോക്കൂ. ഇതെന്ന് പറയുന്നത് സ്പീഷീസ് ഏരിയ, സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ, അതിൻ്റെ റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എക്സ്പ്ലോർഡ് ഏരിയ ആൻഡ് സ്പീഷീസ് റിച്ച്നെസ്. എക്സ്പ്ലോർഡ് ഏരിയ വർദ്ധിക്കുന്നതനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ് ടു എ സർട്ടൺ ലിമിറ്റ് അല്ലേ, അപ് ടു എ സർട്ടൺ ലിമിറ്റ്. മനസ്സിലായില്ലേ? എക്സ്പ്ലോർഡ് ഏരിയ വർദ്ധിക്കുന്നതനുസരിച്ച് അല്ലേ, വർദ്ധിക്കുന്നതനുസരിച്ച് എന്ത് വർദ്ധിക്കും? സ്പീഷീസ് റിച്ച്നെസ് വർദ്ധിക്കും. സ്പീഷീസ് റിച്ച്നെസ് വർദ്ധിക്കും. ഇത് കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ബൈ എന്താണ് അലക്സാണ്ടർ ഓൺ ഹംബോൾട്ട് അല്ലേ, അലക്സാണ്ടർ ഓൺ ഹംബോൾട്ട്. അലക്സാണ്ടർ ഓൺ ഹംബോൾട്ട് എന്ന് പറയുന്ന ഒരാളാണ് ഈ എന്താണ് ഗ്രാഫ് കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? ഇതെന്ന് പറയുന്നത് എന്താണ് ഏരിയ വർദ്ധിക്കുന്നതനുസരിച്ച് എന്താണ് സ്പീഷീസ് റിച്ച്നെസ് വർദ്ധിക്കും. പക്ഷേ അപ് ടു എ സർട്ടൺ എന്താണ് ലിമിറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പീഷീസ് റിച്ച്നെസ് ഈക്വൽ ടു സി എ റൈസ് ടു ഇസഡ്. സി എന്താണ് y ഇന്റർസെപ്റ്റ്, എ എന്താണ് ഏരിയ, ഇസഡ് എന്താണ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ. ദാറ്റ് മീൻ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ഉള്ള ഒരു സംഭവം അല്ലേ, ഇസഡ് സ്ലോപ്പ് ഓഫ് ലൈൻ. അതായത് എന്താണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്. മനസ്സിലായില്ലേ? അത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും ഉള്ളത്. അതിൻ്റെ വാല്യൂ പല കേസിലും നമ്മുടെ പുസ്തകത്തിൽ 2-3 എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഒരു ചെറിയ ഏരിയ ആണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ഗ്രാഫിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷേ എന്താണ് വളരെ ഒരു കോണ്ടിനെൻ്റ് ആണ് അല്ലെങ്കിൽ വളരെ വലിയൊരു ജിയോഗ്രാഫിക്കൽ ഏരിയ ആണെങ്കിൽ അതിൻ്റെ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എന്ത് വരും? ലോഗ് എസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് ഇസഡ് ലോഗ് എ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഇത് മാറും. മനസ്സിലായില്ലേ? എങ്കിൽ മാത്രമേ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ നെയിം എസ് എ സി ആൻഡ് ഇസഡ് ഇൻ ദി ഗ്രാഫ്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എസ് എസ് എന്ന് പറയുന്നത് സ്പീഷീസ് റിച്ച്നെസ്. എസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ്. സി വൈ ഇന്റർസെപ്റ്റ്. പിന്നെ ഏരിയ. ഇസഡ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ലൈൻ ഓർ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, കണ്ടോ? ഇങ്ങനെ എഴുതിയെന്നാൽ നിങ്ങൾക്ക് എല്ലാത്തിലും മാർക്ക് കിട്ടും. കണ്ടോ? അടുത്തത് നെയിം ദി സയന്റിസ്റ്റ് ഹു എക്സ്പ്ലെയിൻ ദി സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ആരാണത്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഗ്രാഫിക്കൽ റെക്കോർഡ്. കണ്ടോ? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പാണ്. ഇതനുസരിച്ച് എക്സ്പ്ലോർഡ് ഏരിയ വർദ്ധിക്കുന്നതനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് വർദ്ധിക്കുന്നു അപ് ടു എ സർട്ടൻ ലിമിറ്റ്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് കിട്ടുന്നത് അല്ലേ? ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. എന്നാൽ അതിന് ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടത് മാറിക്കഴിയും. കണ്ടോ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തത്, while preparing the species
റിലേഷൻഷിപ്പ് ഗ്രാഫ് ഓഫ് 4 ഏരിയാസ് ദി ഫോളോയിങ് ഇസഡ് വാല്യൂസ് ആർ ഒബ്റ്റൈൻഡ്. കണ്ടോ, ഇവിടെ ഏരിയ 1ൽ ഇസഡിൻ്റെ വാല്യൂ 0.1, ഏരിയ ബിയിൽ 0.8, ഏരിയ സിയിൽ ഇസഡിൻ്റെ വാല്യൂ 1.2, ഏരിയ ഡിയിൽ 0.3. വിച്ച് ഏരിയ ഷോ മാക്സിമം സ്പീഷീസ് റിച്ച്നെസ്? മാക്സിമം സ്പീഷീസ് റിച്ച്നെസ് കാണിക്കുന്നത് എവിടെയാണ്? ഏരിയ സി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഏരിയ സി. എന്തുകൊണ്ടാണ്? നോക്കൂ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചെന്നാൽ എന്താണ്? നോക്കൂ, ഏരിയ വർദ്ധിക്കുന്നതനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്? സ്പീഷീസ് റിച്ച്നെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഏരിയ വർദ്ധിക്കുന്നതനുസരിച്ച് എന്താണ്? സ്പീഷീസ് റിച്ച്നെസ് വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്? ഏരിയ സിയിൽ 1.2 ആണ് എന്താണ്? ഇസഡ് എന്ന് പറയുന്നത്, ഇസഡിൻ്റെ വാല്യൂ. കണ്ടോ, അപ്പോൾ അവിടെ എന്താണ്? അവിടെ ആയിരിക്കും സ്പീഷീസ് റിച്ച്നെസ് മാക്സിമം ഉള്ളത്. മനസ്സിലായില്ലേ? അടുത്തത്, വാട്ട് ആർ ദി എക്സ്പെക്റ്റഡ് റീസൺ ഫോർ ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഏരിയ വിത്ത് ലോ സ്പീഷീസ് റിച്ച്നെസ്? നോക്കൂ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസിന് പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, അല്ലേ? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. അടുത്ത എന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അമിതമായിട്ടുള്ള ചൂഷണം, അതായത് പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുക. പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുന്ന ജീവി ഏതാണ്? നമ്മൾ മനുഷ്യൻ തന്നെയാണ്. മറ്റു ഒരൊറ്റ ജീവി പോലും അമിതമായി എന്താണ്? ചൂഷണം ചെയ്യുന്നില്ല നാച്ചുറൽ റിസോഴ്സസ്. എന്തുകൊണ്ട്? വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ് മറ്റ് ജീവികൾ. നമ്മൾ അങ്ങനെയല്ല, ഓവർ എക്സ്പ്ലോയിറ്റേഷനാണ്. ആവശ്യമില്ലെങ്കിലും നമ്മളത് ഉപയോഗിക്കുന്നു. ഓവറായിട്ട് എന്താണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? പല ഓർഗാനിസവും പല ഏരിയയും എന്താണ്? ഇല്ലാതാകുന്നു. കണ്ടോ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. മനസ്സിലായില്ലേ? അടുത്തത് എന്താണ്? അലീൻ സ്പീഷീസ് ഇൻവേർഷൻ. മറ്റ് സ്പീഷീസുകൾ, അതായത് എക്സോട്ടിക് സ്പീഷീസുകൾ, ഇൻവേഴ്സീവ് സ്പീഷീസുകൾ, മനസ്സിലായില്ലേ? പ്രിഡേറ്റീവ് സ്പീഷീസുകൾ എന്താണ്? ഉള്ളത് കൊണ്ട് തന്നെ അതാത് സ്ഥലത്തുള്ള ജീവികൾക്ക് അത് എന്താണ്? ഹാനികരമായിട്ട് മാറും, ഭീഷണിയായിട്ട് മാറും. അലീൻ സ്പീഷീസ്, എക്സോട്ടിക് സ്പീഷീസ്, ഇൻവേഴ്സീവ് സ്പീഷീസ്. അത് അടുത്തത് എന്താണ്? കോ എക്സ്റ്റിൻഷൻ. നോക്കൂ, കോ എക്സ്റ്റിൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസ് എക്സ്റ്റിൻ്റ് ആയെന്നാൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, അതിനെ അതുമായിട്ട് റിലേഷൻഷിപ്പുള്ള, അതിനെ ഫിസിയോളജിക്കലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു സ്പീഷീസും എക്സ്റ്റിൻ്റ് ആകുക, അല്ലേ? എക്സ്റ്റിൻഷൻ ഓഫ് എ സ്പീഷീസ് ആൻഡ് the organism associated it also extinct. അതിനെയാണ് എന്ത് പറയുന്നത്? കോ എക്സ്റ്റിൻഷൻ. ഒരാൾ എക്സ്റ്റിൻ്റ് ആയെന്നാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ജീവിയും എക്സ്റ്റിൻ്റ് ആകുക, അതിനെയാണെന്ന് പറയുന്നത് കോ എക്സ്റ്റിൻഷൻ. ഇതാണ് എന്ത്? പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ, എക്സ്പെക്റ്റഡ് റീസൺ ഫോർ ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇതിനെ 4 കൂടി നമ്മൾ എന്താണ് പറയുന്നത്? ഇതിനെ 4 കൂടി പറയുന്നത് എന്താണ്? ദി ഈവിൾ ക്വാർട്ടറ്റ് എന്നാണ് പറയുന്നത്, അല്ലേ? ഈവിൾ ക്വാർട്ടറ്റ്, അല്ലേ? ഈവിൾ ക്വാർട്ടറ്റ് എന്ന് പറയും, ഈവിൾ ക്വാർട്ടറ്റ്. ഓക്കെ, നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The accelerated rate of species extinction that the world is facing today is largely due to human activity. ആന്ത്രോപോജനിക് ആക്ടിവിറ്റി, മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും എന്താണ്? നാച്ചുറൽ റിസോഴ്സസിൻ്റെ നാച്ചുറൽ റിസോഴ്സസ് കുറഞ്ഞു വരുന്നതിന് കാരണം. അത് എന്താണ്? ഗ്രാജുവലായിട്ട് പല ജീവികളുടെയും എക്സ്റ്റിൻഷനിലേക്ക് മാറുന്നു, പല സ്പീഷീസുകളും എക്സ്റ്റിൻ്റ് ആകുന്നു. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്?
ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ്. കണ്ടോ, നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെ വേറൊരു തരത്തിൽ ചോദിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? യെസ് അല്ലേ, എഗ്രീഡ്. അത് എന്താണ്, എഗ്രി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? വാട്ട് ഈസ് റീസൺ? യുവർ ജസ്റ്റിഫൈ യുവർ ആൻസർ. നോക്കൂ, മെനി ഓർഗാനിസം എക്സ്റ്റിൻറ്റ് ബൈ മീൻസ് ഓഫ് എന്താണ്, ഹ്യൂമൻ ആക്ടിവിറ്റി. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് പല ജീവികളുടെയും എക്സ്റ്റിൻഷന് കാരണം. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മുടെ പുസ്തകത്തിൽ തന്നെ പല എക്സാമ്പിളും പറയുന്നുണ്ട്. എന്താണ്? ഒന്ന്, പാസഞ്ചർ പീജിയൻ. ഇൻ പാസഞ്ചർ പീജിയൻ, ഒരു പക്ഷിയാണ് പാസഞ്ചർ പീജിയൻ. ഇൻ പസഫിക് ഐലൻഡ്, അല്ലേ, പസഫിക് ഐലൻഡ്. ആൻഡ് സ്റ്റെല്ലേഷ് സീ കൗ ഇൻ റഷ്യ. ഇത് രണ്ടും എക്സ്റ്റിൻ്റ് ആയ ആനിമൽസ് ആണ്. പാസഞ്ചർ പീജിയൻ ആൻഡ് സ്റ്റെല്ലേഷ് സീ കൗ, ഇത് രണ്ടും എക്സ്റ്റിൻ്റ് ആയത് എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലമാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലമാണ്. ഇതുകൂടാതെ ഒട്ടനവധി മെറൈൻ ഫിഷസ്, ഒട്ടനവധി മെറൈൻ ഫിഷസിൻ്റെ സ്പീഷീസുകളൊക്കെ എക്സ്റ്റിൻ്റ് ആയത് നമ്മുടെ എന്താണ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. മനസ്സിലായില്ലേ? നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റി മൂലമാണ്. ഹാബിറ്ററ്റ് ലോസ് കൂടുതൽ ഉണ്ടാക്കുന്ന ജീവി ആരാണ്? നമ്മൾ മനുഷ്യരാണ്. നാച്ചുറൽ ഹാബിറ്ററ്റ് എല്ലാം തന്നെ നശിപ്പിക്കുക, ജലാശയങ്ങൾ മുഴുവനും ഫില്ല് ചെയ്ത് നമ്മൾ കരപ്രദേശങ്ങളാക്കുമ്പോൾ അക്വാട്ടിക് ആനിമൽസിനെ അത് സാരമായി ബാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷനിലേക്ക് അത് മാറും. മനസ്സിലായില്ലേ? ഇങ്ങനെ ആക്സിലറേറ്റഡ് റേറ്റ് ഓഫ് സ്പീഷീസ് എക്സ്റ്റൻഷൻ that the world is facing today is largely due to human activity. അല്ലേ? അത് തീർച്ചയായിട്ടും ഹ്യൂമൻ ആക്ടിവിറ്റി മൂലമാണ്. അത് എഗ്രി ചെയ്യാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഈ എക്സാമ്പിൾസ് എല്ലാം, ഈ പാസഞ്ചർ പീജിയനും സ്റ്റെല്ലേഷ് സീ കൗവും മെറൈൻ ഫിഷസിൻ്റെയും ഒക്കെ, പലതരത്തിലുള്ള മെറൈൻ ഫിഷസിൻ്റെയും ഒക്കെ എക്സ്റ്റിൻഷൻ ഇതിന് നല്ലൊരു എക്സാമ്പിളാണ്. നല്ലൊരു എക്സാമ്പിളാണ്. മനസ്സിലായോ? നോക്കൂ, ഇത് കണ്ടോ, നമുക്ക് ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തപ്പോൾ തന്നെ വളരെ ബന്ധങ്ങളുള്ള ആ കൺസെപ്റ്റുകളാണെന്ന് പലപ്പോഴും തിരിച്ചും മറിച്ചും പല പാറ്റേണിൽ ക്വസ്റ്റ്യനായിട്ട് മാറിയിരിക്കുന്നത്, അല്ലേ? നമുക്ക് കണ്ടോ, ആ ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയൻ്റ് തന്നെയാണ് ഇവിടെ. കണ്ടോ, ഇത് ഇക്വേറ്ററിൽ നിന്നും പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ ബയോഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതേസമയം ഇങ്ങോട്ട് വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ്, കണ്ടോ. ദി ഗിവൺ ഗ്രാഫ് ഷോ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻസെക്ട് ഇൻ ഡിഫറെൻറ്റ് ലാറ്റിറ്റ്യൂഡ് ഓഫ് എർത്ത്. കണ്ടോ, സൗത്ത് പോള്, ഇത് നോർത്ത് പോള്, അവിടെ മിഡിൽ റീജിയണിൽ ഇക്വേറ്റർ. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? കണ്ടോ, ഇവിടെ എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? ഈ കാണിച്ചിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻസെക്ട് എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ മാക്സിമം ഉണ്ട്. കണ്ടോ, മാക്സിമം ഉണ്ട്. മനസ്സിലായോ? എന്നാൽ സൗത്ത് പോളിലും നോർത്ത് പോളിലും വളരെ കുറവ്, അല്ലേ? കണ്ടോ, ഇങ്ങനെയാണ്. ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ, ഇത് ഇക്വേറ്ററിൽ മാക്സിമം ഉണ്ട്. കണ്ടോ, മാക്സിമം എന്തുണ്ട്? ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. കാരണം ട്രോപ്പിക്കൽ റീജിയണിൽ ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി. നമ്മൾ നേരത്തെയും പറഞ്ഞത് തന്നെയല്ലേ, അവിടെ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ലെസ് സീസണബിളാണ്, അല്ലേ? പ്രഡിക്റ്റബിളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് മോർ സോളാർ എനർജി അവൈലബിൾ, അല്ലേ? അവൈലബിൾ ഓഫ് മോർ സോളാർ എനർജി. ഈ കാരണങ്ങൾ കൊണ്ട് ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ കണ്ടോ, ഇവിടെ ഇക്വേറ്ററിൽ മാക്സിമം ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി, അല്ലേ? അതേസമയം പോളാർ റീജിയനിലേക്ക് പോകും തോറും ബയോഡൈവേഴ്സിറ്റി, ഇൻസെക്റ്റിൻ്റെ ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുന്നു. എന്ന് പറഞ്ഞാൽ
ദി ഡൈവേഴ്സിറ്റി ഓഫ് ഇൻസെക്ട് ഈസ് ഡിക്രീസ് അല്ലേ ഫ്രം ഇക്വേറ്റർ ടു പോളാർ റീജിയൻ, അതാണ് നമ്മൾ ഇതിനകത്ത് ഒബ്സർവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നോക്കൂ, 3 റീസൺസ് ഓഫ് ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി ഇൻ ട്രോപ്പിക്കൽ റീജിയൻ. ട്രോപ്പിക്കൽ റീജിയനിലെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, മോർ സോളാർ എനർജി അല്ലേ, പിന്നെ എന്താണ് അവിടുത്തെ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ അല്ലേ, ഇതൊക്കെയാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. റൈറ്റ് 2 കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. നമ്മൾ 4 പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ എന്താണ് അലീൻ സ്പീഷീസ് ഇൻവേർഷൻ, പിന്നെ എന്താണ് കോ എക്സ്റ്റിൻഷൻ. അപ്പോൾ എന്താണ്? ഒന്ന് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ അല്ലേ, ഫ്രാഗ്മെന്റേഷൻ. 2 ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എഴുതിയാൽ മതി. മനസ്സിലായോ? കണ്ടോ? അപ്പോൾ ഒരേ തരത്തിലുള്ള ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയും ചോദിച്ചിരിക്കുന്നത് അല്ലേ. അത് പല രീതിയിൽ പല പാറ്റേണിലാണ് നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് മാറുന്നത്. കണ്ടോ? അതാണ്. അപ്പോൾ ആ തിയറി പാർട്ട്, ആ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ അത് ഇതിവിടെ ഉപയോഗിച്ചാൽ മാത്രം മതി. അടുത്തത് കണ്ടോ, ഇത് തന്നെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, സെലക്ട് ദി കോസ് ഓഫ് എക്സ്റ്റിൻഷൻ ഓഫ് സിക്കിൾഡ് ഫിഷ് ഇൻ ലേക്ക് വിക്ടോറിയ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. നോക്കൂ, ലേക്ക് വിക്ടോറിയയിൽ നോക്കൂ, ലേക്ക് വിക്ടോറിയ എവിടുത്തെ? ഈസ്റ്റ് ആഫ്രിക്ക. അവിടെ ഒരു തരം ഫിഷസ് ഉണ്ടായിരുന്നു, ചെറിയ ഇനത്തിലുള്ള ഫിഷസ് ആണ്. ഏതാണ്ട് 200 സ്പീഷീസിലുള്ള സിക്കിൾഡ് ഫിഷസ് ഉണ്ടായിരുന്നു. അവിടുത്തെ നേറ്റീവായിട്ടുള്ള ഫിഷസ് ആണിത്. പക്ഷേ ഇവർ എക്സ്റ്റിൻ്റ് ആയിപ്പോയി. എങ്ങനെ? അവിടെ നൈൽ പെർച്ച് എന്ന് പറയുന്ന ഒരു ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നൈൽ പെർച്ച്. അപ്പോൾ നൈൽ പെർച്ച് എന്താണ്? അവിടെ അലീൻ സ്പീഷീസ് ആയിരുന്നു, എക്സോട്ടിക് സ്പീഷീസ് ആണ്, അലീൻ സ്പീഷീസ് ആണ്. അതിൻ്റെ ഇൻവേർഷൻ മൂലം എന്ത് സംഭവിച്ചു? ഈ സിക്കിൾഡ് ഫിഷസ് 200 ഇനത്തിൽപ്പെട്ടത് അവിടെ എക്സ്റ്റിൻ്റ് ആയിപ്പോയി ലേക്ക് വിക്ടോറിയയിൽ. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താണ് കാണിക്കുന്നത്? എന്താണ്? നോക്കൂ, സിക്കിൾഡ് ഫിഷ് ഇൻ ലേക്ക് വിക്ടോറിയ എക്സ്റ്റിൻ്റ്. എങ്ങനെയാണ്? ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് അലീൻ സ്പീഷീസ് ഇൻവേർഷൻ. ഏതാണ് ആ സ്പീഷീസ്? നൈൽ പെർച്ച് എന്ന് പറയുന്ന ഒരു പ്രിഡേറ്ററി ഫിഷിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഉത്തരം ഏതാണ്? അലീൻ സ്പീഷീസ് ഇൻവേർഷൻ. കണ്ടോ? അപ്പോൾ എന്താണ് കോസസ് ഓഫ് എക്സ്റ്റിൻഷൻ? അതാണ് ഇപ്പോഴും എന്താണ് തിരിച്ചും മറിച്ചും ഒക്കെ പല ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. ദി ഈവിൾ ക്വാർട്ടറ്റ് എന്ന് പറഞ്ഞ സംഭവം അല്ലേ. അടുത്തത് ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണത്. ഹാസ് ദി ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. ഡു യു എഗ്രി വിത്ത് ദിസ്? അത് എഗ്രി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. അതിനെ ലങ്സ് ഓഫ് ദി പ്ലാനറ്റ് എന്നാണ് പറയുന്നത്. ലങ്സ് ഓഫ് ദി പ്ലാനറ്റ്. ഏതാണ്ട് 20% ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നത് അവിടുത്തെ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. ബൈ പ്രോഡക്റ്റ്. മനസ്സിലായോ? അപ്പോൾ ലങ്സ് ഓഫ് ദി പ്ലാനറ്റ് ആണെന്ത്? ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഇവിടെ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് സൗത്ത് അമേരിക്കയിൽ. മനസ്സിലായില്ലേ? നമുക്ക് നോക്കാം. ഇൻവെർട്ടിബ്രേറ്റ്സ് അവിടെ എത്രയുണ്ടെന്ന് അറിയാവോ? ഇൻവെർട്ടിബ്രേറ്റ്സ് അവിടെ 1,25,000 സ്പീഷീസ് ഉണ്ട്. കണ്ടോ? സ്പീഷീസ് ഉണ്ട്. പ്ലാന്റ്സോ മോർ ദാൻ 40,000 സ്പീഷീസ്. കണ്ടോ? ദെൻ എന്താണ് അവിടുത്തെ ഫിഷസ്
3000 species. ബേർഡ്സ് എത്രയാണ്? 1300 സ്പീഷീസ്. അവിടെ എന്താണ്? മാമൽസ് 427. ആംഫീബിയൻ 427. റെപ്റ്റൈൽസ് 378. കണ്ടോ? ഇത്രയും ജീവികൾ ഉള്ള ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ പിന്നെ നമുക്ക് എഗ്രി ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമ്മൾ എഗ്രി ചെയ്തേ പറ്റൂ. കണ്ടോ? ഇത്രയുമാണ്. ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വച്ചിരിക്കണം, ബൈ ഹാർട്ടാക്കി വച്ചിരിക്കണം. ഇത് എൻട്രൻസിനും ഒക്കെ ചോദിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ എന്താണ് സ്പീഷീസുകളുടെ എണ്ണം നമ്മുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? നോക്കൂ മറ്റൊരു പാറ്റേൺ. ഒബ്സർവ് ദി കൺസെപ്റ്റ് ഡയഗ്രാം ഓഫ് ഈവിൾ ക്വാർട്ടറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോ. കണ്ടോ? നമ്മളിത് പറഞ്ഞു. ഈവിൾ ക്വാർട്ടറ്റ് ഏതാണ്? ഈവിൾ ക്വാർട്ടറ്റ് ഏതൊക്കെയാണ്? ഒന്ന്, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, അല്ലേ? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. രണ്ട്, എന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. മൂന്ന്, അലീൻ സ്പീഷീസ് ഇൻവേർഷൻ. നാല്, കോ എക്സ്റ്റിൻഷൻ. ഇതാണ് എന്താണ്? ഈവിൾ ക്വാർട്ടറ്റ്. ഇതിൽ ഏതൊക്കെ വന്നു? ഓവർ എക്സ്പ്ലോയിറ്റേഷനുമുണ്ട്, കോ എക്സ്റ്റൻഷനുമുണ്ട്. അപ്പോൾ ഏതാണ് ഇല്ലാത്തത്? എന്താണ്? നോക്കൂ. ഒന്നാമത്തത് എ എന്താണ്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, അല്ലേ? കോ എക്സ്റ്റൻഷൻ. ബി ഏതാണ്? ബി അലീൻ സ്പീഷീസ് ഇൻവേർഷൻ. അപ്പോൾ ഇതാണ്. കണ്ടോ? അപ്പോൾ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെന്താണ്? അലീൻ സ്പീഷീസ് ഇൻവേർഷൻ, അടുത്തത് കോ എക്സ്റ്റൻഷൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, അല്ലേ? ഹാബിറ്ററ്റ് ലോസ് ആണ് പല സ്പീഷീസുകളുടെയും എന്താണ് എക്സ്റ്റൻഷന് കാരണമായത്. മനസ്സിലായോ? ഇത് എന്താണ്? മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ വേറൊരു തരത്തിൽ ചോദിച്ചിരിക്കുന്നതാണ്. കണ്ടോ? ഏതാണ്ട് ഒരേപോലത്തെ ചോദ്യങ്ങളാണ്, പക്ഷെ പല പാറ്റേണിൽ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ? അടുത്ത് നോക്കാം. ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ആർ നൗ vital environmental issues of international concern as more and more people around the world begin to realize the critical importance of biodiversity for our survival and well-being on this planet. Which are the four major causes of biodiversity loss? ഒന്നാമത്തെ ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ദി ഈവിൾ ക്വാർട്ടറ്റ് ഏതൊക്കെയാണ്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. രണ്ടാമത്തത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. മൂന്നാമത്തത് അലീൻ സ്പീഷീസ് ഇൻവേർഷൻ. നാലാമത്തത് കോ എക്സ്റ്റൻഷൻ. These are the four major causes of biodiversity loss. Name two different methods of biodiversity conservation. രണ്ട് പ്രധാനപ്പെട്ട അപ്രോച്ച് ഏതാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായിട്ട്? ഒന്ന്, ഇൻസൈറ്റു കൺസർവേഷൻ. രണ്ട്, എക്സൈറ്റു കൺസർവേഷൻ. ഇൻസൈറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസൈറ്റ് കൺസർവേഷൻ ഓഫ് biodiversity in their
natural habitat. In their natural habitat. മനസ്സിലായോ? നാച്ചുറൽ ഹാബിറ്ററ്റിൽ തന്നെ ജീവികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹോട്ട്സ്പോട്ട്, ബയോഡൈവേഴ്സിറ്റി റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, സീക്രട്ട് ഫോറസ്റ്റ്. ഇതൊക്കെയാണ് എന്ത്? ഇൻസൈറ്റു കൺസർവേഷൻ. ഏതൊക്കെയാണ്? ഹോട്ട്സ്പോട്ട്, പിന്നെന്താണ്? ബയോഡൈവേഴ്സിറ്റി റിസർവ് അല്ലെ, ബയോസ്ഫിയർ റിസർവ്. 3 നാഷണൽ പാർക്ക്. അടുത്ത എന്താണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. അടുത്ത എന്താണ്? സീക്രട്ട് ഫോറസ്റ്റ്. ഇതാണ് ഇൻസൈറ്റ് കൺസർവേഷൻ. ഇതിലെല്ലാം ജീവികളെ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ തന്നെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ചില ജീവികളെ നമ്മൾ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്നും എടുത്ത് ടേക്കൺ ഫ്രം ദെയർ നാച്ചുറൽ ഹാബിറ്ററ്റ് ആൻഡ് ഇങ്ങോട്ട് കൊണ്ടുവരും, ഒരു സൗകര്യപ്രദമായ വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യും. അവിടെ നമ്മൾ എന്താണ്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിനെ എന്ത് പറയും? എക്സൈറ്റു കൺസർവേഷൻ. ഫോർ എക്സാമ്പിൾ ബോട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ക്രയോ പ്രിസർവേഷൻ, ടിഷ്യൂ കൾച്ചർ, സീഡ് ബാങ്ക്, ജീൻ ബാങ്ക് എന്നൊക്കെ പറയുന്ന രീതികൾ ഏതൊക്കെയാണ്? ബോട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, പിന്നെ വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ടിഷ്യൂ കൾച്ചർ, ക്രയോ പ്രിസർവേഷൻ, സീഡ് ബാങ്ക് എക്സെട്ര. ഇതാണ് എക്സൈറ്റു കൺസർവേഷൻ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ട്രോപ്പിക് ദാറ്റ് മൈറ്റ് അക്കൗണ്ട് ഫോർ ദർ ഗ്രേറ്റർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇത് നമ്മൾ എന്താണ് പല പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞതാണ്. ട്രോപ്പിക്കൽ റീജിയണിലാണ് എന്താണ് ബയോഡൈവേഴ്സിറ്റി വളരെ കൂടുതൽ. കാരണം എന്താണ്? മോർ സോളാർ എനർജി, അവൈലബിൾ സോളാർ എനർജി, എന്താണ് കോൺസ്റ്റന്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻ അല്ലേ, ഇതെല്ലാം എന്താണ് ആ ട്രോപ്പിക്കൽ ഏരിയയിൽ എന്താണ് വളരെ കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലേ, കമ്പയർ ടു ടെമ്പറേച്ചർ റീജിയൻ. ഓക്കെ, identify 2 excitu conservation approach of organism from the following list. സുവോളജിക്കൽ പാർക്ക് എന്താണ്? എക്സൈറ്റു കൺസർവേഷൻ ആണ് അല്ലേ. നോക്കൂ, ബയോസ്ഫിയർ റിസർവ് ഇൻസൈറ്റു ആണ്, നാഷണൽ പാർക്ക് ഇൻസൈറ്റു ആണ്, ബോട്ടാനിക്കൽ ഗാർഡൻ എക്സൈറ്റു ആണ്. അപ്പോൾ സുവോളജിക്കൽ പാർക്ക് ആൻഡ് ബോട്ടാനിക്കൽ ഗാർഡൻ അല്ലേ 2 എക്സൈറ്റു ആണ് ചോദിച്ചിരിക്കുന്നത്. 1, 2 കണ്ടോ. മറ്റേ രണ്ടും എന്താണ്? മറ്റേ രണ്ടും ഇൻസൈറ്റു കൺസർവേഷൻ ആണ്. ഇൻസൈറ്റു കൺസർവേഷൻ. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. 2 approaches for the conservation of biodiversity is shown as A and B. നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും ബയോഡൈവേഴ്സിറ്റി ലോസിനുമാണ് എന്താണ് നമ്മുടെ എക്സാമിനേഷനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബോർഡ് എക്സാമിനേഷന് കൂടുതലും ചോദിച്ചിരിക്കുന്നത് ഒന്ന് ബയോഡൈവേഴ്സിറ്റി ലോസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്, പിന്നെ എന്താണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്താണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് കൊണ്ടുവന്ന സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന കാര്യങ്ങൾ
മനസ്സിലായില്ലേ? ഈ ഭാഗത്ത് നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ കുറിച്ചുള്ള, ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ കുറിച്ചുള്ളത് അല്ലേ. അപ്പോൾ ആ ട്രോപ്പിക്കൽ ഏരിയയാണ്, ടെമ്പറേച്ചർ ഏരിയ ആണോ, എന്താണ് ബയോഡൈവേഴ്സിറ്റി കൂടുതലുള്ളത്, അതിൻ്റെ കാരണങ്ങൾ, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗമൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് എന്താണ് പഠിക്കുക. നമ്മൾ ഇപ്പോൾ എന്താണ് കൂടുതൽ എന്താണ് ഫോഴ്സ് കൊടുക്കേണ്ടത് ആ ഭാഗങ്ങളിലാണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അത് എന്താണ് അതിൻ്റെ ആ പോയിന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് ഇതുപോലെ പഠിച്ചു വെച്ചിരുന്നെന്ന് നമുക്ക് പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ആൻസർ കിട്ടും. അത് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയെന്നാൽ എന്താണ് ഏത് ഭാഗത്ത് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ഐഡിയ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ക്ലാസ് തന്നെ എന്താണ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള നല്ലൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. 2 approaches for the conservation of biodiversity shown as A and B. Biosphere reserve, protected animal, botanical garden, protected plants. Identify the type of conservation shown in A and B. ബയോസ്ഫിയർ റിസർവ് എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? ഇൻസൈറ്റു കൺസർവേഷൻ ആണ്. ഇൻസൈറ്റു കൺസർവേഷൻ, ബയോസ്ഫിയർ റിസർവ്. ഈ ബയോസ്ഫിയർ റിസർവിൻ്റെ പ്രത്യേകത, ഒരു പ്രത്യേക സ്ട്രക്ചറാണ് ബയോസ്ഫിയർ റിസർവിന്. അതിന് എന്താണ്? അതിൻ്റെ സെൻട്രൽ ഏരിയയിലെ കോർ സോണുണ്ട്, അതിൻ്റെ പുറമെ എന്താണ് മറ്റൊരു ബഫർ സോണുണ്ട്, മറ്റൊരു എന്താണ് ട്രാൻസിഷൻ സോണുണ്ട്. ഇങ്ങനെ 3 സോണായിട്ടാണ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ആൾപ്പാർപ്പൊക്കെ ഉള്ളതാണ്. ഇവിടെ എന്ന് പറയുന്നത് വളരെ എന്താണ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അവിടെ എന്താണ് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. അവിടെ കൂടുതൽ ആൾക്കാർ കടന്നു ചെല്ലാനൊന്നും പറ്റില്ല. അവിടെ റിസർച്ചിനോ മറ്റോ ഒക്കെ ഉള്ള ആൾക്കാർ മാത്രം. പക്ഷേ എന്താണ് ഈ കോർ സോൺ എന്ന് പറയുന്നത്, സെൻട്രൽ റീജിയൻ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള കടന്നുകയറ്റവും അനുവദനീയമല്ല. ഇതെന്ന് പറയുന്നതാണ് എന്താ ബയോസ്ഫിയർ റിസർവിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. കണ്ടോ? ഇത്തരം ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഇൻസൈറ്റു കൺസർവേഷൻ്റെ ഒരു അപ്രോച്ചാണ്. മനസ്സിലായില്ലേ? രണ്ടാമത്തത് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് പ്ലാന്റ്സ് എന്താണ്? ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡൻ എന്തിൻ്റെയാണ്? ബി എന്താണ് എക്സൈറ്റു കൺസർവേഷൻ ആണ്. എക്സൈറ്റു കൺസർവേഷൻ. അപ്പോൾ എ എന്ന് പറയുന്നത് ഇൻസൈറ്റു കൺസർവേഷൻ, ബി എന്ന് പറയുന്നത് എക്സൈറ്റു കൺസർവേഷൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ 2 types ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഷോൺ ഇൻ എ ആൻഡ് ബി. കണ്ടോ? എയിൽ എന്താണ് ഇൻസൈറ്റു കൺസർവേഷൻ ആൻഡ് ബിയിൽ എക്സൈറ്റു കൺസർവേഷൻ. മനസ്സിലായില്ലേ? ഇവിടെ ഇൻസൈറ്റു കൺസർവേഷനിൽ എന്താണ് അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിലാണ് എന്താണ് കൺസർവേഷൻ, പ്രൊട്ടക്ഷൻ. അതേസമയം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഹാബിറ്ററ്റിലാണ് എന്താണ് നമ്മൾ കൊണ്ടുവന്ന സ്ഥലത്താണ് എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എവിടെ? എക്സൈറ്റു കൺസർവേഷനിൽ. ഓക്കെ, അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി എബോവ് അപ്രോച്ച് ഈസ് മോർ ഡിസൈറബിൾ വെൻ ദർ ഇസ് ആൻ അർജൻറ്റ് നീഡ് ടു സേവ് സ്പീഷീസ്. നോക്കൂ, ഒരു സ്പീഷീസിനെ അർജൻറ്റായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സൈറ്റു കൺസർവേഷനിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റൂ. കാരണം ഇൻസൈറ്റു കൺസർവേഷനിൽ നമുക്ക് നാച്ചുറൽ ഹാബിറ്ററ്റിൽ ചിലപ്പോൾ എന്താണ് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവിടെ പ്രൊട്ടക്ഷന് വേണ്ടി വരുന്നത്. അപ്പോൾ അത്തരം സ്പീഷീസുകളെ പെട്ടെന്ന് അവിടെ നിന്നും എടുത്ത് എന്താണ് ഫേവറബിളായിട്ടുള്ള കണ്ടീഷനിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എക്സൈറ്റു കൺസർവേഷനാണ് എന്ത് മോർ ഡിസൈറബിൾ ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? നോക്കൂ, അപ്പോൾ എന്താണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്താണ് ഇവിടെ എന്താണ് റെഫർ ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇത് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓടിച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഹാബിറ്ററ്റ് ലോസിന് കൂടുതൽ പ്രാധാന്യം. ദി ഈവിൾ ക്വാർട്ടൻ അല്ലേ, ഈവിൾ ക്വാർട്ടൻ, ഹാബിറ്ററ്റ് ലോസ്. അതുപോലെ കൺസർവേഷൻ ഓഫ് എന്താണ് ഓർ പ്രൊട്ടക്ഷൻ ഓഫ് ദി സ്പീഷീസ്, അതിനും എന്താണ് പ്രാധാന്യമുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഇതിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ദി ഈവിൾ ക്വാർട്ടൻ, ദാറ്റ് മീൻസ് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, പിന്നെ എന്താണ് അലീൻ സ്പീഷീസ് ഇൻവേർഷൻ, പിന്നെന്താണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റൻഷൻ.
ഇതാണിത് ഈവിൾ കോട്ടൺ. ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ 2 അപ്രോച്ചാണ്, ഇൻസൈറ്റ് ടു കൺസർവേഷൻ ആൻഡ് എക്സൈറ്റ് ടു കൺസർവേഷൻ. ഇൻസൈറ്റ് ടു കൺസർവേഷനിനകത്ത് എന്താണ് നാച്ചുറൽ ഹാബിറ്ററ്റിൽ തന്നെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നെങ്കിൽ മറ്റത് എന്താണ് നമ്മൾ എവിടെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നാച്ചുറൽ ഹാബിറ്ററ്റ് അല്ല അല്ലേ. അതിന് എക്സാമ്പിൾ പഠിക്കുക. ഇൻസൈറ്റ് ടു കൺസർവേഷൻ എക്സാമ്പിൾ എന്താണ് ഏതൊക്കെയാണ്? ഹോട്ട്സ്പോട്ട് അല്ലേ, ഹോട്ട്സ്പോട്ട്, ബയോസ്ഫിയർ റിസർവ്, പിന്നെ എന്താണ് നാഷണൽ പാർക്ക് അല്ലേ, നാഷണൽ പാർക്ക്, പിന്നെ എന്താണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, സീക്രട്ട് ഫോറസ്റ്റ്. അതേസമയം ബോട്ടാനിക്കൽ ഗാർഡൻ, അതുപോലെ എന്താണ് സുവോളജിക്കൽ പാർക്ക്, ക്രയോ പ്രിസർവേഷൻ, ടിഷ്യൂ കൾച്ചർ, സീഡ് ബാങ്ക്, ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം എന്താണ് എക്സൈറ്റ് ടു കൺസർവേഷനിൽ പെടുന്നതാണ്. എക്സൈറ്റ് ടു കൺസർവേഷൻ അല്ലേ. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് അനുസരിച്ച് എന്താണ് ആ ഗ്രാഫ് പറയുന്നത്? എക്സ്പ്ലോർഡ് ഏരിയ വർദ്ധിക്കുന്നതനുസരിച്ച് എന്താണ് സ്പീഷീസ് റിച്ച്നെസ് വർദ്ധിക്കുന്നു അപ് ടു എ സർട്ടൺ ലിമിറ്റ് അല്ലേ. അപ്പോൾ ആ ഇക്വേഷനൊക്കെ ഓർത്തിരിക്കുക. ആദ്യം കിട്ടുന്ന ഗ്രാഫ് എങ്ങനത്തതാണ്? ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള. രണ്ടാമത് അത് ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ് ഇത് കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? ഇതാ ഈ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ടെമ്പറേറ്റ് റീജിയണും ട്രോപ്പിക്കൽ റീജിയണും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലതും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അത് ഗ്രാഫിക്കൽ ഒരു ഗ്രാഫ് തന്നിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയണിലും ടെമ്പറേറ്റ് റീജിയണിലും തമ്മിലുള്ള അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് എടുക്കുക. ആ കണ്ടീഷനാണ് എന്താണ് ഈ ബയോഡൈവേഴ്സിറ്റി റിച്ച്നെസ്സിനും ബയോഡൈവേഴ്സിറ്റി ലോസിനും കാരണം അല്ലേ. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലേ. ഹ്യൂമൻ ആക്ടിവിറ്റി മൂലം, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ മൂലം നമ്മുടെ ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് എന്താണ് കറണ്ടായിട്ടുള്ള എക്സ്റ്റൻഷൻ വളരെ റേറ്റ് കൂടിക്കൂടി വരുന്നു അല്ലേ. അതിന് ഓവർ എക്സ്പ്ലോയിറ്റേഷനിലൂടെയുള്ള എന്താണ് അതിന് എക്സാമ്പിളാണ് എന്താ നമ്മുടെ സ്റ്റെല്ലേഴ്സ് സീക്കോ ഫ്രം റഷ്യ, പസഫിക് ഐലൻഡിലുള്ള എന്താണ് പാസഞ്ചർ പീജൻ ഇതിൻ്റെ, അതുപോലെ തന്നെ എന്താണ് എന്താണ് മെറൈൻ ഫിഷസിൻ്റെയൊക്കെ എന്താണ് കൂടുതൽ എക്സ്റ്റൻഷൻ ഒക്കെ എന്താണ് നമ്മുടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ മൂലമാണ്. മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളാണ് ഇത്രയും ആ ഭാഗത്ത് നിന്നാണ് ഇതുവരെയും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലുമുള്ളത്. മനസ്സിലായില്ലേ? അതാണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ എന്താണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് പഠിക്കുക. ഓക്കെ.